വേദനാജനകമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊന്നും ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നില്ല. ഇന്ത്യയുടെ ബഹുസ്വരത തകരുമ്പോ ഇന്ത്യയുടെ എല്ലാ മതങ്ങളുമാണ് അവിടെ തകർന്നു വീഴുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജീവനാണ് അവിടെ തകർന്നു വീഴുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ മഹാത്മാക്കളൊക്കെ ഈ ബഹുസ്വരതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഒരു പരിധിവരെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് 2 നൂറ്റാണ്ട് കാലം ഭരിച്ചിരുന്ന വൈദേശികാധിപത്യത്തിന് കടപുയക്കിയെറിയാൻ ഇന്ത്യയുടെ മക്കൾക്ക് സാധിച്ചത് ഈ ബഹുസ്വരത കൊണ്ടാണ്. ആ ബഹുസ്വരതയെ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന കുരിശിലേറ്റാൻ ഒരു ഭരണാധികാരിയെയും ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികൾ അനുവദിക്കില്ല എന്ന് ഉച്ചയിത്രം പ്രഖ്യാപിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, രാജ്യത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളാണ് രാജ്യത്തിന്റെ സൗന്ദര്യം. ആ സൗന്ദര്യത്തെ തിരിച്ചറിഞ്ഞവരായിരുന്നു ഇന്ത്യയുടെ മഹാരന്മാരായിട്ടുള്ള നേതാക്കന്മാർ. ആ സൗന്ദര്യത്തെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാട്ടത്തിനിറങ്ങിയ മഹാത്മാഗാന്ധിയുടെ ഇടനെഞ്ച് തുളച്ചു കയറിയ വെടിയുണ്ടകള് ആ പൈതൃക്യത്തെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് അത് സഹിക്കാതെ വന്ന ചില ആളുകളുടെ പ്രവൃത്തികളായിരുന്നു. നമുക്കറിയാം, അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ധീരനായിട്ടുള്ള നേതാവ് കുത്തബ് മിനാറിന്റെ അകത്തളങ്ങളിൽ നിന്ന് മാലാകെ ഇറങ്ങി വന്നിട്ട്, അബ്ദുൽ കലാം, നിനക്ക് വേണ്ടിയിരിക്കുന്നത് സ്വാതന്ത്ര്യമാണോ? അല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനുള്ള മതേതരത്വമാണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ മതേതരത്വത്തിന് വേണ്ടിയിട്ട് പറയുമെന്ന് പറഞ്ഞ് ഉച്ചയിശ്രമത്തിൽ പ്രഖ്യാപിച്ച അബ്ദുൽ കലാമിന്റെ സന്തതികൾക്ക് ഒരിക്കലും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ഇന്ന് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് കേൾക്കുന്നത് ചോദിച്ചാൽ മുസ്ലിംകൾ ഈ രാജ്യത്തിനെതിരാണ്, മുസ്ലിംകൾ ഈ രാജ്യത്തിന്റെ നന്മക്കെതിരാണ്, മുസ്ലിംകൾ ഈ രാജ്യത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ആളുകളാണ്. അതിന്റെ പിന്നാമ്പുറം പിടിച്ചുകൊണ്ടാണ് ബഹുസ്വരതക്കെതിരെ, ഈ രാജ്യത്തുള്ള മുസ്ലിംകൾക്കെതിരെ, ദളിതർക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ